ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുന്നൊരു കാര്യമാണ് ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കരുത്, ദൈവത്തെ എപ്പോഴും ഓർക്കണം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ മോശ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും സകലത്തിനും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടുന്നാണ് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്കു വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിനു വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റ് ദേവന്മാരുടെ പിറകെ പോയി അവയെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ജനതകളെ പോലെ നിങ്ങളും നശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനഭാഗത്തിൽ മോശ പറയുകയാണ്, നിങ്ങൾക്ക് സമ്പത്തുണ്ടായി കഴിയുമ്പോൾ, നിങ്ങൾക്ക് എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായി കഴിയുമ്പോൾ, സ്വർണവും വെള്ളിയുമൊക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ, ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതലും ഭക്ഷണമുണ്ടായി കഴിയുമ്പോൾ, സുഖങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ, വളർച്ചയുണ്ടായി കഴിയുമ്പോൾ, ഉയർച്ചയുണ്ടാകുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കരുത്. നിങ്ങളെപ്പോഴും ദൈവത്തെ ഓർക്കണം. നിങ്ങളുടെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് ഞാൻ നേടിയതെന്ന്, ഞാൻ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് കിട്ടിയതെന്ന് പറയരുത്. പ്രത്യുത ദൈവമാണ് എനിക്ക് ഇതെല്ലാം തന്നതെന്ന് പറയണം. എല്ലാ കാര്യത്തിലും നിങ്ങൾ ദൈവത്തെ ഓർക്കണം. ദൈവത്തെ ഓർക്കുകയും കർത്താവിൻ്റെ കൽപ്പനകൾ എപ്പോഴും പാലിക്കുകയും വേണം. ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ് ഉണ്ടായത് എന്ന് പറയുകയും ദൈവകൽപ്പനകൾ വിസ്മരിക്കുകയും ചെയ്തു തുടങ്ങിയാൽ വചനം പറയുകയാണ്, നീ നശിച്ചു പോകും,
മറ്റു ജനതകളെ ദൈവം നശിപ്പിച്ചതുപോലെ നീയും ഇല്ലാതെയായി പോകും, നീയും തീർന്നു പോകും. ദൈവത്തെ എപ്പോഴും ഓർക്കണം, ദൈവം തന്നത് മറക്കരുത്. ദൈവത്തെ എപ്പോഴും ഓർക്കണമെന്ന് പറയുമ്പോൾ ഒരു 7 കാര്യങ്ങളാണ് ഈ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തെ ഓർക്കേണ്ടത്? ദൈവത്തെ ഓർക്കേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ ഒന്നാമത്തെ ഒരു ഘടകം ഇതാണ്: ദൈവം ആരാണെന്ന് ഓർക്കണം. ദൈവം ആരാണ്? വചനം പറയുകയാണ്, 1 യോഹന്നാൻ 4:8 തിരുവചനം, ദൈവം സ്നേഹമാണ്. അതേ വചനം തന്നെ ആവർത്തിക്കപ്പെടുകയാണ് 1 യോഹന്നാൻ 4:16. നമുക്ക് ആ വചനം വായിക്കാം. 1 യോഹന്നാൻ 4:16. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. 1 യോഹന്നാൻ 4:16. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആരാണെന്ന് ഓർക്കണം. ദൈവം സ്നേഹമാണ്. ദൈവം പരിശുദ്ധനാണ്. അവൻ പരിശുദ്ധരിൽ ഏറ്റവും പരിശുദ്ധനായവനാണ്. ദൈവം പരമപരിശുദ്ധനാണെന്ന് ഓർക്കണം. ദൈവം നീതിമാനാണെന്ന് ഓർക്കണം. നീതി പ്രവർത്തിക്കുന്നവനാണ് ദൈവം. അവനിൽ അനീതിയില്ലെന്ന് ഓർക്കണം. ദൈവം സത്യമാണെന്ന് ഓർക്കണം. ദൈവത്തിൽ നുണയില്ല, മിഥ്യയില്ല എന്ന് ഓർക്കണം. ദൈവം കരുണയുള്ളവനാണെന്ന് ഓർക്കണം. പാപങ്ങൾ ക്ഷമിക്കുന്നവനാണെന്ന് ഓർക്കണം. വഴിതെറ്റിപ്പോയതിനെ അന്വേഷിക്കുന്ന നല്ല ഇടയനാണ് ദൈവമെന്ന് ഓർക്കണം. തൻ്റെ മക്കളെ എന്നതുപോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ദൈവമെന്ന് ഓർക്കണം. അമ്മയെപ്പോലെ സ്നേഹിക്കുന്നവനാണ് ദൈവമെന്നോർക്കണം. ഒരു ഭർത്താവിനെ പോലെ, വിശ്വസ്തനായൊരു ഭർത്താവിനെ പോലെ സ്നേഹിക്കുന്നവനാണ്, തൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നത് പോലെ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നവനാണ് ദൈവമെന്ന് ഓർക്കണം. അപ്പോൾ ദൈവത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ്, അവിടുത്തെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓർക്കണം. ഹു ഈസ് ഗോഡ് എന്ന് നമ്മൾ ഓർക്കണം. രണ്ടാമതായി ദൈവത്തെ ഓർക്കുന്നതിൻ്റെ ഒരു ഘടകമാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഏതവസ്ഥയിലായിരുന്നു എന്ന് നമ്മുടെ ഓർമ്മ ദൈവത്തെ ഓർക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. നിയമാവർത്തനം 5:15 തിരുവചനത്തിൽ മോശ പറയുകയാണ്, നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഓർക്കണം, നീ ഈജിപ്തിൽ ഒരടിമയായിരുന്നു. അവിടെ ദാസവേല നീ ചെയ്യുകയായിരുന്നു. അവിടുന്ന് ദൈവം നിന്നെ മോചിപ്പിച്ചതാണ്. നിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർക്കണം. റോമ 5:8. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ അവസ്ഥ പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു. നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു. പാപത്തിൻ്റെ അടിമകളായിരുന്നവരെ ദൈവം തൻ്റെ ജീവൻ്റെ വില കൊടുത്ത് മോചിപ്പിച്ചു. റോമ 5:6. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു.
റോമ 5:10 നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവവുമായി ശത്രുതയിലായിരുന്നു, നമ്മൾ ബലഹീനരായിരുന്നു, നമ്മൾ പാപികളായിരുന്നു. ഇത് നമുക്ക് ഓർമ്മ വേണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6:20 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നു, ക്രിസ്തു തൻ്റെ രക്തം വിലയായി നൽകി വീണ്ടെടുത്തവരാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങളുടെ ശരീരം വ്യർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വ്യഭിചാരത്തിനും അശുദ്ധിക്കും വിഗ്രഹാരാധനയ്ക്കും വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളുടെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് ഓർമ്മ വേണം. റോമ 6:17 നിങ്ങൾ ഒരിക്കൽ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. ദൈവത്തെക്കുറിച്ച് ഓർമ്മ വേണം എന്നതിൻ്റെ രണ്ടാമത്തെ തലമാണ് നിൻ്റെ പാപാവസ്ഥകളെക്കുറിച്ച് ഓർക്കുക എന്നത്. മൂന്നാമതായി ദൈവത്തെ ഓർക്കുന്നതിൻ്റെ തലം ഇതാണ്: ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇതുവരെ ദൈവം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ മോശ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവം ഇതുവരെ നയിച്ചത്, ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു തന്നത്, വെള്ളം നൽകിയത്, രാത്രി അഗ്നിസ്തംഭമായി സ്വയം ജ്വലിച്ച് നിങ്ങൾക്ക് വെളിച്ചം തന്നത്, പകൽ മേഘസ്തംഭമായി നിന്ന് നിങ്ങൾക്ക് തണൽ നൽകിയത്, ചെങ്കടൽ പിളർന്ന് അതിൻ്റെ മധ്യത്തിലൂടെ നിങ്ങൾക്ക് വഴി നൽകിയത്, നിങ്ങളെ ശത്രുകരങ്ങളിൽ വീഴാതെ സംരക്ഷിച്ചത്, ഇതുവരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കർത്താവ് ചെയ്ത കാര്യങ്ങളുടെ കണക്കെടുത്താൽ അതിന് ഒടുക്കമുണ്ടാവുകയില്ല. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ചോദിക്കുകയാണ്, ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്താണ് നിനക്ക് ഉള്ളത്? എല്ലാം ദാനമാണ്. നിൻ്റെ മാതാപിതാക്കൾ, നിൻ്റെ മക്കൾ, നിൻ്റെ ജീവിത പങ്കാളി, നീ താമസിക്കുന്ന ഭവനം, നീ സഞ്ചരിക്കുന്ന വാഹനം, നീ കഴിക്കുന്ന ഭക്ഷണം, നീ ധരിക്കുന്ന വസ്ത്രം, നീ കാണുന്ന കാഴ്ചകൾ, നീ കേൾക്കുന്ന കേൾവികൾ, നിൻ്റെ ശബ്ദം, നിൻ്റെ ചിന്ത, നിൻ്റെ ശ്വാസനിശ്വാസങ്ങൾ, നിൻ്റെ പദചലനങ്ങൾ, നിൻ്റെ കരത്തിലെ കർമ്മങ്ങൾ, അങ്ങനെ എല്ലാം ദാനമാണ്. ഇതുവരെ ദൈവം നിനക്ക് വേണ്ടി തന്നതല്ലാതെ മറ്റൊന്നും നിൻ്റെ കരങ്ങളിൽ ഇല്ല.
ദൈവം നിനക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ച് ഓർമ്മ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ സ്നേഹിച്ചു. പിതാവ് നിനക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയാണ് അവിടുത്തെ രക്ഷാകര കർമ്മമെന്ന് പറയുന്നത്. യോഹന്നാൻ 3:16-17 തിരുവചനങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ലോകത്തിന് രക്ഷയുണ്ടാകാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ സ്നേഹം, ആ പ്രവൃത്തിയെയും ആ സ്നേഹത്തെയും നീ ഓർക്കണം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. നിനക്ക് നന്മയുണ്ടാകാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് നീ ഓർക്കണം കുഞ്ഞേ. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നാലാമത്തെ കാര്യം, ദൈവം നിനക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് ഓർക്കണം എന്നുള്ളതാണ്. ദൈവം വാഗ്ദാനങ്ങൾ തരുന്ന ദൈവമാണ്, വാഗ്ദാനത്തിൻ്റെ ദൈവമാണ്. ബൈബിളിൽ 7487 വാഗ്ദാനങ്ങൾ ഉണ്ട്. ദൈവം മനുഷ്യന് നൽകുന്ന 7487 വാഗ്ദാനങ്ങൾ. ജോഷയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാമത്തെ തിരുവചനം. 21:45. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം അവിടുന്ന് നിറവേറ്റി. ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നുപോലും ഒഴിഞ്ഞു പോകാതെ, ഒന്നുപോലും വിട്ടുപോകാതെ ദൈവം നിറവേറ്റിയെന്ന് ജോഷുവ 23:14. ജോഷുവയുടെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അവൻ പറയുകയാണ്, ജോഷുവ 23:14, ഇതാ സകലമർത്യരും പോകേണ്ട വഴിയെ ഞാനും പോകാറായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമല്ലോ. നിങ്ങൾക്കു വേണ്ടി എല്ലാം നിറവേറ്റി, ഒന്നും വിഫലമായിട്ടില്ല. ദൈവം പറഞ്ഞിട്ടുള്ള ഒരു വാക്കുപോലും പൂർത്തിയാകാതിരുന്നിട്ടില്ല. ദൈവം വാഗ്ദാനം ചെയ്തു തന്നിട്ടുള്ള ഒന്നുപോലും അവിടുന്ന് ചെയ്തു തരാതിരിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച്, ബൈബിൾ മുഴുവൻ നിറഞ്ഞു നടക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് കുഞ്ഞെ നിനക്ക് ഓർമ്മ വേണം. ദൈവം പറഞ്ഞിട്ടുണ്ട്, ജെറമിയ 29:11 അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല, നിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന്. നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നീ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മലകൾ മാറിപ്പോയാലും എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത മാറുകയില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വചനം പറഞ്ഞിട്ടുണ്ട്, തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് തൻ്റെ മക്കളുടെ മേൽ ദൈവം സമ്പത്ത് വർഷിക്കുമെന്ന് വചനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളിൽ ഒന്നും നിറവേറപ്പെടാതിരിക്കുകയില്ല, എല്ലാം നിറവേറപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം തന്നിട്ടുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് നിനക്ക് ഓർമ്മ വേണം. അഞ്ചാമതായി, ദൈവം നമുക്ക് ഒരു ലക്ഷ്യം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ലക്ഷ്യം, ഡെസ്റ്റിനി ഓഫ് അവർ ലൈഫ് ദൈവം തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. ആ ഡെസ്റ്റിനിയെക്കുറിച്ച് നിനക്ക് ഓർമ്മ വേണം എന്നതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 3-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. ഫിലിപ്പി 3:13.
13, 14 തിരുവചനങ്ങൾ. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഉന്നതത്തിലേക്കുള്ളൊരു വിളി എനിക്കുണ്ട്. യേശുക്രിസ്തുവിലൂടെ നിത്യതയിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് ഞാനെന്ന് നീ ഓർക്കണം. അതാണ് ദൈവത്തെക്കുറിച്ചുള്ള നിൻ്റെ ഓർമ്മയുടെ ഒരു ഘടകം. നിനക്ക് ദൈവം ഒരു പുതിയ ഡെസ്റ്റിനി തന്നിരിക്കുകയാണ്. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 17, 18 തിരുവചനങ്ങൾ. 1 തെസ്സലോനിയൻസ് 4, 17, 18 തിരുവചനങ്ങളിൽ പൗലോസ് പറയുന്നു, അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മളെപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുന്നൊരവസ്ഥയിലേക്ക് സംവഹിക്കപ്പെടും എന്നൊരു ഓർമ്മയോടുകൂടെ ജീവിക്കണം. ദൈവം തന്നിട്ടുള്ള ആ വാഗ്ദാനത്തെ, ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ഡെസ്റ്റിനിയെക്കുറിച്ച് ഓർക്കണം. 6-ാമതായി ദൈവത്തെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മരണത്തെക്കുറിച്ച് ഓർക്കണം. ഈശോ തൻ്റെ അന്ത്യത്താഴവേളയിൽ കരങ്ങളിൽ അപ്പമെടുത്ത് ഭാഗിച്ച് ശിഷ്യന്മാർക്ക് നൽകി. കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഓർമ്മയ്ക്കായി അനുദിനമിതാ ബലിയർപ്പിക്കപ്പെടുന്നു. നമ്മൾ കർത്താവിനെ ഓർക്കുന്നത്, കർത്താവിൻ്റെ പ്രവൃത്തിയെ ഓർക്കുന്നത്, അവിടുത്തെ രക്ഷാകര കർമ്മത്തെ ഓർക്കുന്നത്, അവിടുത്തെ മരണത്തെ ഓർക്കുന്നത് ദിവ്യബലിയിലാണ്. ഈശോ നമ്മോടത് പറഞ്ഞതാണ്, എൻ്റെ മരണത്തെ നിങ്ങൾ ഓർക്കുവിൻ. എൻ്റെ മരണത്തെ നിങ്ങൾ ഓർക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയെയാണ്, സ്നേഹത്തെയാണ്, കരുണയെയാണ് നിങ്ങൾ ഓർക്കുന്നത്. 7-ാമതായി ദൈവത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് ഓർക്കുക എന്ന് അർത്ഥമുണ്ട്. ഈശോയുടെ പുനരാഗമനം, അവിടുന്ന് വീണ്ടും വരുമെന്ന ആ വാഗ്ദാനം നമ്മൾ ഓർക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ ശിഷ്യരോട് പറയുകയാണ്. മത്തായി 24, 27 മുതൽ 31 വരെ നമുക്ക് വചനം വായിക്കാം. മത്തായി 24, 27 മുതൽ 31 വരെ. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പെടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അവൻ വീണ്ടും വരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വചനമാവർത്തിച്ച് പറയുകയാണ്, ജാഗരൂകരായിരിക്കുക. ആ നിമിഷമേതെന്ന്, ആ ദിവസമേതെന്ന്, ആ കാലമേതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ എല്ലായ്പ്പോഴും
യജമാനൻ വരുന്നത് കാത്തിരിക്കുന്ന ദാസനെ പോലെ ജാഗരൂകതയോടുകൂടെ ആയിരിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. വെളിപാട് 1:7. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. പ്രതിഫലവുമായി ദൈവം വരുന്നൊരു സമയമുണ്ടെന്ന് ഓർമ്മ വേണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ മറക്കരുത്. രാത്രിയിലും പ്രഭാതത്തിലും നമ്മുടെ ഹൃദയം അവിടുത്തെ കൽപ്പനകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഹൃദയമായിരിക്കട്ടെ. ദൈവത്തെ ഓർക്കണം. ദൈവത്തെ ഓർക്കണമെന്ന് പറയുമ്പോൾ 7 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാം. ദൈവമാരാണെന്നോർക്കണം. നമ്മുടെ സ്ഥിതി എന്തായിരുന്നുവെന്ന് ഓർക്കണം. 3-മതായി ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നോർക്കണം. 4, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഓർക്കണം. 5, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പുതിയ ലക്ഷ്യത്തെ ഓർക്കണം. 6, അവിടുത്തെ മരണത്തെ ഓർക്കണം. 7, അവിടുത്തെ പുനരാഗമനത്തെ ഓർമ്മിക്കണം. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമൃദ്ധികളിൽ പലപ്പോഴും ഞങ്ങൾ അങ്ങയെ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു. എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോൾ ഞങ്ങൾ തികഞ്ഞ ആനന്ദത്തോടുകൂടെ അങ്ങയെ ഓർക്കുകയോ ആരാധിക്കുകയോ ചെയ്തില്ല. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും അങ്ങയെ ഓർക്കാനും അങ്ങേക്ക് നന്ദി പറയാനും അങ്ങയെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും അങ്ങയുടെ വചനത്തിലേക്കും അങ്ങയുടെ സാന്നിധ്യത്തിലേക്കും അങ്ങയുടെ സ്നേഹത്തിലേക്കും അങ്ങയുടെ കരുണയിലേക്കും അങ്ങയുടെ നീതിയിലേക്കും തിരിച്ചു വയ്ക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പുതിയ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെപ്പോഴും പ്രയാണം ചെയ്യുവാൻ വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അങ്ങയുടെ സാന്നിധ്യത്തെ എപ്പോഴും ഓർക്കുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ മുകളിലും ഞങ്ങളുടെ മുൻപിലും ഞങ്ങളുടെ പിറകിലും എപ്പോഴും സന്നിഹിതനായിരിക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ 1 കോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.